വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ 6 സിനിമകൾ OTT-യിലേക്ക് എത്തിയിരിക്കുകയാണ്. ബേസിൽ ജോസഫിന്റെ മരണമാസ് മുതൽ സിദ്ധാർത്ഥ് ഭരതനും ഉണ്ണിലാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ എന്നിങ്ങനെ മലയാളവും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ അതിഥി താരമായി എത്തുന്ന തെലുങ്ക് സിനിമ റോബിൻഹുഡ് അടക്കം മലയാളം, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ലാംഗ്വേജുകളിലായി 6 സിനിമകൾ OTT-യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്ന് മരണമാസ് എന്ന മൂവി ബേസിൽ ജോസഫും രാജേഷ് മാധവനും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ സോണി ലൈവിലാണ് OTT റിലീസ്. മരണമാസ് സോണി ലൈവിൽ സ്ട്രീമിംഗ് തുടരുന്നു. നവാഗതനായ ശിവപ്രസാദാണ് മരണമാസിന്റെ സംവിധായകൻ. നടൻ സിജു സണ്ണിയുടേതാണ് കഥ. തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ്. ഛായാഗ്രഹണം നീരജ് രവി, സംഗീതം ജയ് ഉണ്ണിത്താൻ, എഡിറ്റിംഗ് ചമൻ ചാക്കോ. സിജു സണ്ണി, പുളിയനം പൗലോസ്, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, അനിഷ്മ അനിൽകുമാർ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. ടൊവിനോ തോമസ്, റാഫേൽ പൊഴോലിപ്പറമ്പിൽ, പിങ്സ്റ്റൺ തോമസ്, തൻസീർ സലാം എന്നിവർ ചേർന്നാണ് മരണമാസ് എന്ന മൂവി നിർമ്മിച്ചിരിക്കുന്നത്. ഈ മൂവി ലൈവിൽ കാണാം. രണ്ടാമത്തെ റിലീസ് മൂവി അയ്യർ ഇൻ അറേബ്യയാണ്. ഈ സിനിമ സൺ നെക്സ്റ്റ് OTT-യിലൂടെ സ്ട്രീം ചെയ്യുന്നു. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി, ഷൈൻ ടോം ചാക്കോ, ദുർഗ കൃഷ്ണ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി MB നിഷാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. വെൽത്തെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിച്ച അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയിൽ മറ്റ് മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത് ജാഫർ ഇടുക്കി, അലൻ സിയർ, മണിയൻ പിള്ള രാജു, കൈലാഷ്, സുധീർ കരമന, സോഹൻ സിലുലാൽ, ഉല്ലാസ് പന്തളം, ജയകൃഷ്ണൻ, സിനു സിദ്ദീഖ്, ജയകുമാർ, ഉമാ നായർ, ശ്രീലത നമ്പൂതിരി, രശ്മി അയ്യർ, വീണ നായർ, നാൻസി, ദിവ്യ M നായർ, ബിന്ദു, പ്രദീപ്, സൗമ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. സൺ നെക്സ്റ്റ് OTT-യിലൂടെയാണ് അയ്യർ ഇൻ അറേബ്യ സ്ട്രീം ചെയ്യുന്നത്. അടുത്തതായി OTT-യിൽ എത്തിയിരിക്കുന്ന സിനിമ അസ്ത്രമാണ്. ആഹാ തമിഴ് OTT-യിലാണ് അസ്ത്രം സ്ട്രീം ചെയ്യുന്നത്. അസ്ത്രം തമിഴ് ലാംഗ്വേജിൽ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അരവിന്ദ് രാജഗോപാലാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ശ്യാം, നിരഞ്ജനി അശോകൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. വെങ്കിട്ടരാമൻ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള അസ്ത്രം എന്ന മൂവിക്ക് സംഗീതം നൽകിയിട്ടുള്ളത് സുന്ദരമൂർത്തി KS ആണ്. DSM ധനഷൻ മുഖമണിയാണ് അസ്ത്രം നിർമ്മിക്കുന്നത്. ക്രൈം ത്രില്ലർ ജോണറിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അസ്ത്രം എന്ന ഈ സിനിമ പരിഗണിക്കാം. നിഗൂഢമായ ആത്മഹത്യകളും അതിന്റെ അന്വേഷണങ്ങളും ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളുമാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. നിഴൽകൾ രവി, ജീവ രവി, നിരഞ്ജനി എന്നിവർ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. ആഹാ തമിഴ് OTT-യിൽ അസ്ത്രം കാണാം. നാലാമതായി OTT-യിൽ എത്തിയിരിക്കുന്ന സിനിമ പ്രതി നിരപരാധിയാണോ എന്ന സിനിമയാണ്. വോൾക്കാനോ സിനിമാസിന്റെ ബാനറിൽ പ്രദീപ് നളന്ത നിർമ്മിച്ച് സുനിൽ പൊറ്റമ്മൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രതി നിരപരാധിയാണോ എന്ന സിനിമ മനോരമ മാക്സ് OTT-യിൽ സ്ട്രീം ചെയ്യുന്നു. സഹസംവിധായകനും കോസ്റ്റ്യൂം ഡിസൈനറുമായ സുനിലിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് പ്രതി നിരപരാധിയാണോ എന്ന സിനിമ. ഛായാഗ്രഹണം ഉത്പൽ V നായനാർ, ഗാനരചന PT ബിനു, BK ഹരിനാരായണൻ, സംഗീതം അരുൺ രാജ്, ഗായകർ വിനീത് ശ്രീനിവാസൻ, സിത്താര കൃഷ്ണകുമാർ, അരുൺ രാജ്, എഡിറ്റർ ജോൺ കുട്ടി, പ്രൊഡക്ഷൻ ഡിസൈനർ പ്രവീൺ പരപ്പനങ്ങാടി. ഇന്ദ്രൻസ്, ഹരീഷ് പെരടി, സുനിൽ സുഗത, ശ്രീജിത്ത് രവി, നീന കുറുപ്പ്, അരിസ്റ്റോ സുരേഷ്, ബാലാജി ശർമ്മ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. കൂടാതെ നിർമ്മാതാവായ പ്രദീപ് നളന്തയും ഈ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ മനോരമ മാക്സ് OTT-യിൽ കാണാം. അടുത്ത OTT സിനിമ സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിലാലു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ എന്ന സിനിമ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നു. ലുക്മാൻ അവറാനെ നായകനാക്കി നോമാൻസ് ലാൻഡ് എന്ന സിനിമ സംവിധാനം ചെയ്ത ജിഷ്ണു ഹരീന്ദ്രയാണ് പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ എന്ന സിനിമയുടെ സംവിധായകൻ. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിഷ്ണുരാജാണ്. മധു അമ്പാട്ട് ഛായാഗ്രഹണം. സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിലാലു എന്നിവരെ കൂടാതെ വിജയരാഘവൻ, സജിൻ ചെറുകയിൽ, സ്മൃതി താര, ശ്രീജ ദാസ്, ശ്രീനാഥ് ബാബു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. മനോരമ മാക്സിൽ പറന്നു പറന്ന് പറന്നു ചെല്ലാൻ എന്ന സിനിമ കാണാം. അടുത്ത OTT റിലീസ് സിനിമ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ അതിഥി വേഷത്തിൽ അഭിനയിച്ച തെലുങ്ക് ലാംഗ്വേജിൽ നിർമ്മിച്ച സിനിമയായ അടുത്ത കാലത്ത് തിയേറ്ററുകളിലെത്തിയ റോബിൻഹുഡ് എന്ന സിനിമയാണ്. ഈ സിനിമ ZEE5 OTT-യിൽ കാണാം. ഈ സിനിമയിൽ തെലുങ്ക് നടൻ നിതിൻ നായക വേഷത്തിലെത്തുന്നു. റോബിൻഹുഡ് എന്ന സിനിമയിൽ ശ്രീലീലയാണ് നായിക. മലയാളി താരം ഷൈൻ ടോം ചാക്കോ അടക്കം ബിജു, ആടുകളം നരേൻ, മീം ഗോപി തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. റോബിൻഹുഡ് എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് തമിഴിലെ പ്രശസ്ത സംഗീത സംവിധായകൻ GV പ്രകാശാണ്. റോബിൻഹുഡ് ZEE5 OTT-യിൽ കാണാം.